പ്രിയപ്പെട്ട മുത്തുക്കാക്കെന്ന് ഞാൻ ഇപ്പോൾ വിളിക്കൽ, പ്രിയപ്പെട്ട നേതാക്കൾ, ഡെൻസിൽ സാബിനെ നേരത്തെ തന്നെ അറിയാം മനോരമയിലുള്ള സമയത്ത്. ഇന്ന് പരിചയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ്, ബ്രിഡ്കോയുടെ ഓരോ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ബ്രിഡ്കോയിൽ ഇന്ന് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ബ്രിഡ്കോയുടെ അലുമിനീസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലക്ഷദ്വീപ് എന്ന ചെറിയ തുരുത്തിൽ നിന്നും ഇന്ന് നിങ്ങളെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പല കാര്യങ്ങളും ഇങ്ങനെ കടന്നു വരികയാണ്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരന് പ്രസംഗിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. മൈക്ക് കിട്ടിയാൽ അവർ വിടില്ല, പ്രസംഗിച്ച് കൊന്നുകളയും. പക്ഷേ ഇന്നത്തെ ഈ പരിപാടിക്ക് ഞാൻ 10:15 ഞാൻ ഇവിടെ എത്തി. നിങ്ങളിവിടെ നടത്തിയ നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസുകൾ അത് ഞാനിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് എ ലിസണർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പങ്കിട്ട അല്ലെങ്കിൽ നിങ്ങൾ കൈവരിച്ച വിജയങ്ങൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിയമനിർമ്മാണ വേദിയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്കൊരു മോട്ടിവേഷൻ, കുറച്ച് സ്വാർത്ഥതയോടുകൂടി പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് ലക്ഷദ്വീപിൽ നിങ്ങളെപ്പോലുള്ള ഒരുപാട് കഴിവുള്ള വിദ്യാർത്ഥികൾ ഇന്ന് പലപ്പോഴും കരിയർ ഗൈഡൻസിൻ്റെ അഭാവം കാരണം അവർ ഇങ്ങനെയുള്ള മേഖലയെക്കുറിച്ച് ഇതുവരെ പഠിച്ചിട്ടില്ല, എന്തുകൊണ്ട് അവർക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധവും മനസ്സിൽ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഓരോരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് മാറ്റം വരണമെന്നുള്ള ചിന്തയോടുകൂടി ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻ്റെ പെങ്ങളുടെ മകൻ, അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബികോമിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടിൽ നിന്ന പയ്യനെ, എൻ്റെ അളിയൻ ഒരു അവിടുത്തെ സ്കൂൾ അധ്യാപകനാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. അളിയന് ബികോമിന് അയക്കണമെന്നാണ് താല്പര്യം. എന്നാൽ അവന് കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പയ്യനായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഈ ഒരു ബ്രിഡ്കോയിൻ്റെ കൺസെപ്റ്റ് എൻ്റെ വീട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പെങ്ങളുടെ മകനെ ഞാൻ ഈ ബ്രിഡ്കോയിലേക്ക് അയച്ചു. ഇന്ന് മുത്തുക്കായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. ഇന്ന് അവൻ നിങ്ങളെപ്പോലെ തന്നെ ഈ പറയപ്പെടുന്ന ഇവിടെ തിരൂരിലും ഡൽഹിയിൽ എനിക്ക് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ ഞാൻ നിർത്തിയിട്ടില്ല അവനെ. നിങ്ങൾ താമസിച്ച പോലെ തന്നെ ഹോസ്റ്റലുകളിലും പിന്നെ വേറെ ഏതോ സ്ഥലത്ത്, എനിക്കിപ്പോൾ സ്ഥലം തന്നെ ഓർമ്മയില്ല, ആന്ധ്രയിലെങ്ങാണ്ട് അവനെ ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ന് അവനും സർട്ടിഫിക്കറ്റ് വാങ്ങി അവനൊരു സംരംഭകനാകാനുള്ള ആഗ്രഹത്തോടുകൂടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ളൊരു ശ്രമത്തിലേക്കാണ്. ഈ ഒരു സംഭവം ഇതാണ് ഇവിടെ ബ്രിഡ്കോയിനെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നീന്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റൽ വഴി നീന്താൻ പഠിച്ചാൽ ശരിയാവില്ലല്ലോ. കറസ്പോണ്ടിങ് കോഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നീന്തൽ നമ്മൾ നീന്തിയേ പഠിക്കണ്ടു, അല്ലാണ്ട് പുസ്തകം വായിച്ച് നീന്തുന്ന സ്ട്രോക്ക് എടുക്കുന്ന രീതി, എത്ര ആംഗിൾ കൈ തിരിക്കണം, എങ്ങനെ കാണിക്കണം ബാക്ക് സ്ട്രോക്ക്, ഫ്ലോട്ടിങ് എന്താണ്, ഇതൊക്കെ പുസ്തകത്തിൽ പഠിച്ച് വീട്ടിലിരുന്നാൽ നീന്താൻ പറ്റില്ല. യു ഹാവ് ടു ബി ഇൻ ദ ഫീൽഡ്, യു ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ബ്രിഡ്കോയിൽ നിന്നേ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംശയമാണ്, അതാണ് പറഞ്ഞത്. അതായത് ഇത് ഫോർ എക്സാമ്പിൾ MBA കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. MBAൻ്റെ മാർക്കറ്റിംഗ് ടെക്നോളജിയും ഫൈനാൻസും ടാക്സേഷനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആവാൻ വേണ്ടി MBA കഴിഞ്ഞിറങ്ങിയാലും ഒരു നല്ലൊരു കമ്പനിയിലേക്ക് എത്തണമെങ്കിൽ ഐ ഹാവ് ടു ബി എ സെയിൽസ്മാൻ. എന്തുകൊണ്ടാണത്? ആ സെയിൽസ്മാൻ ആകേണ്ട കാര്യം എന്താണ്?
ആ സെയിൽസ്മാൻ ആയാൽ മാത്രമേ കസ്റ്റമറുമായിട്ടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻ എന്താണ്, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ചിലപ്പോൾ എൻ്റെ എക്സ്പേർട്ട് ആൾക്കാരുണ്ടാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാർക്കറ്റിംഗ് ആൻഡ് എ സെല്ലിംഗ്? വിൽപ്പനയും മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലിംഗ് എന്ന് പറയുന്നതിൻ്റെ എൻ്റെ ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. സെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നു. ആ പ്രോഡക്റ്റ് അത് വാങ്ങുന്ന കസ്റ്റമർ, ഉപഭോക്താവിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിപൂർണമായിട്ടും നിറവേറുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് യു ആർ ലീസ്റ്റ് ബോധേഡ്. എന്നാൽ ഒരു മാർക്കറ്റിംഗ് ആണെങ്കിലോ, മാർക്കറ്റിംഗ് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ്, എങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റിൽ വേണ്ട അല്ലെങ്കിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റമറുടെ ആവശ്യങ്ങൾ മുഴുവനും ഈ ഒരു പ്രോഡക്റ്റിലൂടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിലൂടെ അഡീഷണലായിട്ട് ആ കസ്റ്റമർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കി വിൽക്കുന്ന ആ ഒരു പ്രക്രിയയാണ് സിമ്പിൾ ഭാഷയിൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൊബൈൽ എന്ന സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സാധനത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു. നമ്മുടെ കയ്യിലൊക്കെ വാച്ച് ഉണ്ട്, എല്ലാവരും ഏകദേശം വാച്ച് കിട്ടുന്നുണ്ട്. എന്നാൽ മൊബൈലിലൊരു ടൈം കാണാൻ പറ്റും, മൊബൈൽ GPS ഫെസിലിറ്റീസ് ഉണ്ട്, ക്യാമറ ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങൾ. അതായത് ഐഡൻറ്റിഫൈയിങ് ദ നീഡ് ഓഫ് ദ കസ്റ്റമർ, ബേസ്ഡ് ഓൺ ദാറ്റ് യു ആർ മേക്കിംഗ് എ പ്രോഡക്റ്റ് വിച്ച് വിൽ സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് ദ കസ്റ്റമർ. അവിടെയാണ് ഇന്ന് സാധാരണ ഫോണിൽ നിന്നും, ആദ്യം നോക്കിയയുടെ 1100 നിന്നും ഇന്ന് ആപ്പിളിൻ്റെ 13 Pro വരെ എത്തി നിൽക്കുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ഉത്ഭവിച്ചത് വന്നതെന്ന് ചോദിച്ചാൽ, റിയൽ മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ട് കസ്റ്റമറുടെ ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിമാൻഡ് ഡ്രൈവൺ ആയിട്ടുള്ള പ്രൊഡക്ഷനും കൊണ്ട് പുറത്തേക്ക് വന്ന് ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് സംതൃപ്തമാക്കുന്ന രീതിയിലേക്കുള്ള പ്രോഡക്റ്റ് എത്തിയതാണ് ഈ സ്മാർട്ട് ഫോൺസ്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സുകൾ. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കും PG കഴിഞ്ഞ കുട്ടികൾക്കും ഏത് കുട്ടികളും MBA കഴിഞ്ഞവർക്കും ആ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങോ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ സംരംഭകനോ ആകെ മാറാൻ എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. അതായിരുന്നു ഞാനിവിടെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ ലക്ഷദ്വീപ് പഠിച്ച വിദ്യാർത്ഥിയാണ്. ലക്ഷദ്വീപ് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച് പ്രീ ഡിഗ്രി വരെ അവിടെ പഠിച്ചതിന് ശേഷമാണ് വൻകരയിലേക്ക് ഡിഗ്രിക്ക് വരുന്നത്. ഞാൻ ഡിഗ്രി സോളജി ഗ്രാജുവേറ്റാണ്. സോളജി സർ സെയ്ദ് കോളേജ് തളിപ്പറമ്പിൽ പഠിക്കുമ്പോൾ സത്യത്തിൽ ആ സോളജി പഠിക്കുന്ന സമയത്തും ഞാനിതെന്താണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ കൺസെപ്റ്റും ഒരു സംരംഭകനാകാനും അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആവണമെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഞാൻ മുഴുവൻ നീങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, കരിയർ ഗൈഡൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോളജിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 6 മാസം വെറ്റിനറി ഡോക്ടറുടെ ഭാഗം മണ്ണൂത്തിയിൽ പോയി പഠിച്ചു. അവിടെ നിന്ന് 6 മാസം കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നു. സർ സെയ്ദ് കോളേജിലേക്ക് വന്നപ്പോൾ സോളജിയുടെ കൂടെ കെമിസ്ട്രിയും പിന്നെ ബോട്ടണിയൊക്കെ ഉണ്ട്. കെമിസ്ട്രി എന്താണെന്ന് എനിക്കത് മനസ്സിലാത്ത സാധനമാണ്. ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ നമ്മൾക്ക് ലക്ഷ്യബോധമുണ്ടെങ്കിൽ ആ സോളജി ഞാൻ പഠിച്ചു കഴിഞ്ഞ് കെമിസ്ട്രിയുടെ ബേസിക്സ്, ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് പോലും അറിയാതെ ആദ്യത്തെ സെമസ്റ്ററിലൊക്കെ തന്നെ 4 മാർക്ക് മേടിച്ച ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള കുറ്റ്യാടിക്കാരനായ സുബൈർ, കെമിസ്ട്രിയുടെ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്ന സുബൈറാണ് എനിക്ക് ബേസിക്സ് ഓഫ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ആദ്യം അതിൻ്റെ ജീൻ എൻ്റെ തലയിലേക്ക് ഇട്ട് തന്ന, എന്താണ് ഈ കൺസെപ്റ്റ് എന്താണെന്ന്. അതിനുശേഷം എനിക്ക് എളുപ്പമായി. അങ്ങനെ ഡിഗ്രി പാസ്സായതിനു ശേഷം എന്തായാലും ഞാൻ ഈ സോളജിയൊക്കെ വിട്ടുകൊണ്ട് എനിക്ക് MBA ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് വന്നു. അന്ന് എന്നോട് ഞങ്ങളുടെ പ്രൊഫസർ എല്ലാ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നവരെ, വാട്ട് ഈസ് യുവർ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്? നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുമല്ലോ, എന്തായി മാറണമെന്നുള്ള ലക്ഷ്യം. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത്, ഐ വാണ്ടഡ് ടു ബിക്കം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ലക്ഷദ്വീപ്. എൻ്റെ തുരുത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവണം. ഏത് കമ്പനിയുടേതോ ഏത് രീതിയിലോ അന്നൊന്നും എൻ്റെ മനസ്സിൽ എത്ര വന്നിട്ടില്ല. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവണമെന്ന്
എൻ്റെ മനസ്സിലൊരു മിഷൻ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എൻ്റെ സുഹൃത്ത് ഹലീമുണ്ട്. ഹലീം ഒന്ന് എണീറ്റുന്നേ, ഒന്ന് കാണിച്ചു കൊടുത്ത ഇങ്ങോട്ട്. ഹലീം നിങ്ങളെപ്പോലെ ഒരു സംരംഭകനാണ്. അദ്ദേഹം ടൂറിസം ട്രാവൽ മേഖലയിലാണ്. ഞാൻ ഡൽഹിയിലേക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഹലീമിനെ ട്രെയിൻ വെച്ച് കാണും. അന്നൊന്നും ഞാൻ MP ആയിട്ടില്ല. അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് അന്നുള്ള 2009 പരിചയമാണ്. അതിന് MP ആയ ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതേ ഹലീമാണ് ഈ ഹലീമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു. സംരംഭങ്ങൾ ലക്ഷദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ കണക്ടിവിറ്റി, മെയിൻലാൻഡ് ടു ഐലൻഡ് കണക്ടിവിറ്റിയിൽ എത്രത്തോളം ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളായിരുന്നു എൻ്റെ ഭാഗത്ത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേപ്പൂർ തുറമുഖത്തും മംഗലാപുരം തുറമുഖത്തും എൻ്റെ ഫാമിലിയിലുള്ള തുടങ്ങിയ സംരംഭങ്ങൾ ബിസിനസ്സുകൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോയി. അതിപ്പോൾ ഇന്ന് എൻ്റെ യങ് ജനറേഷൻ, മൈ ബ്രദേഴ്സ് അത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് പൊതുരംഗത്തേക്ക് ഞാൻ വന്ന് ഇപ്പോൾ 2ാമത്തെ ടേമാണ് എൻ്റെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലക്ക്. ഇവിടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആകുക എന്നുള്ളതിൻ്റെ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ ആ CEO എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്കാണ് ചേർന്നത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ലക്ഷദ്വീപ്. ഇന്ന് എനിക്ക് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയി നിൽക്കുമ്പോഴും ലക്ഷദ്വീപിൻ്റെ വിഷയങ്ങൾ, ലക്ഷദ്വീപിലേക്ക് വരേണ്ട വികസനങ്ങൾ, സംരംഭങ്ങൾ, ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സംരംഭങ്ങൾ, അവിടുത്തെ മറ്റുള്ള ആരോഗ്യ മേഖലയിൽ, ഗതാഗത മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഒരു CEOൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇന്ന് ഞാൻ ലക്ഷദ്വീപിൻ്റെ MP ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിൽ ഈസ് ഇൻ മൈ മൈൻഡ്. ഐ ആം വർക്കിംഗ് ഓൺ ദാറ്റ്. ആ ഒരു മിഷൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എപ്പോഴും അതിനുള്ള പാത നമുക്ക് തുറന്നു തരും. നമ്മുടെ നിയത്ത്, അതാ പറയുക, നിയത്ത് നന്നായാൽ നമുക്ക് ആ രീതിയിൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും നിറഞ്ഞ ഈ ഹാൾ, ഏകദേശം 1400ഓളം ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന ഹാളെന്നാണ് തോന്നുന്നു. ഇതിൽ നിറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ, യൂണിഫോമിൻ്റെ വിദ്യാർത്ഥികൾ, ഇത്രയും ആൾക്കാർ ഈ ഒരു സംരംഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ സംരംഭകരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇവിടെ കാണിച്ച ഡെൻസിലിൻ്റെ കാണിച്ച പ്രസൻറ്റേഷൻ കണ്ട് നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ ലഭിക്കുമ്പോൾ നിങ്ങളറിയാതെ ഈ സമൂഹത്തിന് നൽകാൻ പോകുന്ന സേവനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു സ്ഥാപനം നിങ്ങൾ തുറക്കുമ്പോൾ അതിലൂടെ മറ്റ് സാധാരണക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ക്രിയേഷൻ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയുടെ GDP എങ്ങനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കൂടേണ്ടത്? ഇവിടെ നിന്നുള്ള മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും കൂടി ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടുള്ള ഒരു പ്രദേശമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അറിയാണ്ട് തന്നെ നമ്മൾ മാറുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ അറിയാതെ പങ്കാളികളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഈ ബ്രിഡ്കോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരാഴ്ച ഞാൻ ഇവിടെ നിന്നത് സത്യത്തിൽ ഇതെനിക്ക് റിയലി ഐ ആം ബെനിഫിറ്റഡ്. ഐ ആം താങ്ക്ഫുൾ ടു യു മുത്തു സർ, റദർ ദാൻ ഐ ആം അതർവൈസ്. കാരണം ഈ പരിപാടി, ഇത് 3ാമത്തെ പരിപാടിക്കാണ് എന്നെ മുത്തുക്ക വിളിക്കുന്നത്. 2 പരിപാടി എനിക്ക് മിസ്സായി ദ്വീപിലായതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ നേരത്തെ ഉറപ്പ് കൊടുത്തു എന്തായാലും വരുമെന്ന്. എൻ്റെ ഫാമിലിനെ ഞാൻ കപ്പൽ കയറ്റി അയച്ചിട്ട് ഞാൻ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരാഴ്ചയായിട്ട് നിന്നതിൽ റിയലി ഐ ആം താങ്ക്ഫുൾ ടു മുത്തു ആൻഡ് ബ്രിഡ്കോ ഫാമിലി, so that I could experience, I could really gain what really Britco is doing on right hand. കാരണം മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രസൻറ്റേഷനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് റിയലായിട്ട് ഫീൽ ചെയ്ത് സെൻസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം തന്നതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്. താങ്ക് യു സർ.